പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ പുതിയ കണ്ടന്റുകളുമായി, വ്യത്യസ്തമായ കണ്ടന്റുകളുമായി നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന 2 നാഗരാജ ക്ഷേത്രങ്ങളാണ്. ഒന്ന് വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രവും മണ്ണാറശാല നാഗരാജ ക്ഷേത്രവും. ഈ 2 ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗരാജ ക്ഷേത്രങ്ങളാണ് ഈ രണ്ടും. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും കുടിയിരുത്തുന്നുണ്ടെങ്കിലും, നാഗരാജാവും നാഗയക്ഷിയമ്മയും എന്ന ഒരു ഹിന്ദുമത വിശ്വാസത്തിലെ ഒരു ഐതിഹ്യം, അതിലെ പൂർണ്ണമായ പ്രതിമകൾ അല്ലെ പൂർണ്ണമായ വിഗ്രഹങ്ങൾ കുടികൊള്ളുന്ന 2 ക്ഷേത്രങ്ങളാണ് ഈ നാഗരാജ ക്ഷേത്രങ്ങളാണ് ഈ മണ്ണാറശാല നാഗരാജ ക്ഷേത്രവും വെട്ടിക്കോട് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രം. അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഹിന്ദുമത വിശ്വാസത്തിൽ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് നാഗങ്ങളാണ്, നാഗരാജാക്കന്മാരാണ്. അങ്ങനെയുള്ള 2 ക്ഷേത്രങ്ങളാണ് ഈ മണ്ണാറശാല നാഗരാജ ക്ഷേത്രവും വെട്ടിക്കോട് ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രവും. ഈ 2 ക്ഷേത്രങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അതിൻ്റെ കൂടുതലായുള്ള ഐതിഹ്യ കഥകളിലേക്ക് കടക്കുന്നില്ലെങ്കിലും, ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പിന്നെ ഒന്നുകൂടെ പറഞ്ഞു തന്നോട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ പുതിയ കണ്ടൻറ്റുകൾ, ഇന്ന കണ്ടൻറ്റ് എന്നൊന്നുമില്ല. അതായത് വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, കോമഡി, പിന്നെ അല്ലാതെ വീഡിയോകൾ എല്ലാം നമ്മൾ ചെയ്യും. ഇന്ന കണ്ടൻറ്റ് എന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോകൾ ചെയ്യും. അപ്പോൾ ഈ ഒരു വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്താണ് പ്രസിദ്ധമായ ഈ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കായംകുളം പുനലൂർ റൂട്ടിൽ കായംകുളത്തു നിന്നും ഏകദേശം 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ വെട്ടിക്കോട് എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ കേരളത്തിലെ 2 നാഗരാജ ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രം. മറ്റൊന്ന് ആലപ്പുഴ ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഹരിപ്പാടിനടുത്തുള്ള മണ്ണാറശാലയാണ്. നാഗയക്ഷിയമ്മ മൂർത്തികളാണ് ഇവിടെ കുടികൊള്ളുന്നത്. നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും വെച്ച് ആരാധനയുള്ള ഒരു ക്ഷേത്രമാണ് വെട്ടിക്കോട് നാഗരാജ സ്വാമി ക്ഷേത്രം. വളരെ പുരാതന കാലം മുതലേക്കുള്ള നാഗങ്ങളെ വെച്ചാരാധിക്കുന്ന ഇല്ലവും അതിൻ്റെ ആചാരക്രിയകളും ചേർന്ന പ്രദേശമാണ് ഈ വെട്ടിക്കോട് എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു ദേശം അറിയപ്പെടുന്നതും. കന്നിമാസത്തിലെ ആയില്യം നാളാണ് ഇവിടുത്തെ പ്രധാന വിശേഷാൽ വഴിപാടും ഉത്സവവും നടക്കുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. എല്ലാ ആഴ്ചയിലെ ഞായറാഴ്ചകളിലും ഇവിടെ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രവും
ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള കാവുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നിലവറയുണ്ട്. നിലവറ എന്ന് പറയുന്നത് ഇതാണ്. ഇതിവിടെയാണ് നാഗങ്ങൾ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് പുറകുവശത്തായി, ക്ഷേത്ര ഇല്ലത്തിന് പിറകുവശത്തായാണ് ഈ നിലവറ സ്ഥിതി ചെയ്യുന്നത്. വളരെ പുരാതനമായ ഒരു നിലവറയാണ്. കാലപ്പഴക്കത്താൽ ദ്രവിച്ചു പോകാതെയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കാതെ ഇരിക്കാനായി ഇപ്പോൾ പുരാതനമായ രീതിയിൽ ഷീറ്റുകൾ കൊണ്ട് സംരക്ഷിച്ചു പോരുന്നു. ചരിത്രപ്രസിദ്ധമായ ഈ ഒരു ക്ഷേത്രത്തിന് ഈ വെട്ടിക്കോട് ഇല്ലം വക ആണ് ഈ ഒരു ക്ഷേത്രം. ഇതൊരു കുടുംബക്ഷേത്രമാണെങ്കിലും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. ഈ ഒരു ദേശത്തിൻ്റെ പേര് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആദിമൂലം വെട്ടിക്കോട് നാഗരാജ സ്വാമി ക്ഷേത്രമെന്നാണ് പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര്. ഇത് പഴയ ഇല്ലമാണ് ഇവിടുത്തെ. അതും ഇപ്പോൾ സംരക്ഷിച്ചു പോരുകയാണ്. അവിടെയും വെച്ചാരാധനകളും പൂജാക്രിയകളും എല്ലാം നടക്കാറുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ പുതിയ ഇല്ലങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പഴയ കുടുംബ ഇല്ലമാണ്. ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള സർപ്പദോഷങ്ങളും സർപ്പപാപങ്ങളും മാറുവാനായി ഇവിടെ അതിൻ്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനുമായിട്ടും ഭക്തജനങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാവും ചുറ്റുമതിലുമെല്ലാം നാഗരാജാവിൻ്റെ വിഗ്രഹങ്ങൾ, കൽവിഗ്രഹങ്ങളാൽ അലങ്കാരമായ പ്രദേശമാണ്. ഓരോ വിഗ്രഹത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും അതിൻ്റേതായ സൗന്ദര്യവും എടുത്തു കാണിക്കുന്നു. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് പിറകു വശമാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്നുള്ള നാഗങ്ങളുടെ വിഗ്രഹവും സർപ്പക്കാവുമാണ് ഇതിൻ്റെ പിറകിൽ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മുറ്റം തന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയും ഈ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കണ്ടു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ ഇരുന്നാലും ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ക്ഷേത്ര മുറ്റം കൂടിയാണ് ഇത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പുള്ളുവൻ പാട്ടാണ്. അത് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടന്നു വരുന്നു. നമ്മുടെ ഭക്തജനങ്ങൾക്ക്, വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ കായംകുളത്തു നിന്നും വരാം, അടൂരിൽ നിന്നും വരാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.